അമേരിക്കയും ഇറാനും ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഇറാനിൽ കടന്ന് ഖൊമൈനിയെ തട്ടിക്കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കൻ എത്തിക്കഴിഞ്ഞു. ഇറാനെ ആക്രമിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ട്രംപ്. പക്ഷേ സമയം കുറിക്കുകയാണ് അമേരിക്ക. അമേരിക്ക സമയം കുറിക്കുമ്പോൾ ശക്തമായി തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറെടുക്കുന്നു. വെനസ്വേലയിൽ നടത്തിയതിനേക്കാൾ വളരെ ഈസിയായി ഇറാനെ കീഴടക്കാൻ കഴിയും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ പുളിക്കും ട്രംപിന് ഇറാനെ തൊടാൻ. കാരണം IRGC എന്ന കരസൈന്യം ഇറാന് ഉണ്ട്. IRGC എന്ന സൈന്യം ഇറാൻ്റെ കരുത്താണ്. ഖൊമൈനിക്ക് മുന്നിൽ അണിനിരക്കുന്ന സൈന്യം. ആ സൈന്യത്തെ പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടും ഒരു പുണ്ണാക്കം ഇറാനിൽ നടത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന രീതിയിൽ അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ആ ആണവ നിലയങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല. ആണവ നിലയങ്ങൾ പരമാവധി ശക്തി ആർജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇറാനിൽ. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കൻ ഇറാൻ തീരത്ത് എത്തിയിരിക്കുന്നത്. എബ്രഹാം ലിങ്കനെ തകർക്കാൻ ഇറാൻ്റെ മുങ്ങിക്കപ്പലും റെഡി. ചുരുക്കത്തിൽ നാവിക പോരാട്ടത്തിൽ പോലും അമേരിക്കയ്ക്ക് ഇറാനെ അതിജീവിക്കാൻ ആവില്ല. വെനസ്വേല എന്ന കുഞ്ഞൻ രാഷ്ട്രത്തിൽ കടന്നു കയറി വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോയതുപോലെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് ഇറാനിൽ കടന്നു കയറി ഖൊമൈനിയെ പിടിക്കാൻ ആവില്ല. ഇറാൻ സർവശക്തമായ സൈനിക സന്നാഹങ്ങളുള്ള പശ്ചിമേഷ്യയിലെ കരുത്തരായ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ട് പശ്ചിമേഷ്യയിൽ അങ്ങോളം ഇങ്ങോളം. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തി വിമതരും ഉൾപ്പെടുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ. ആ പ്രോക്സി ഗ്രൂപ്പുകളുടെ എതിർപ്പിനെ മറികടന്ന് അമേരിക്കയ്ക്ക് ഖൊമൈനിയെ പിടിച്ചുകൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പരമാർത്ഥം. ഇറാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട്. ആ ആഭ്യന്തര കലാപം അടിച്ചമർത്താൻ ഇറാൻ സൈന്യത്തിന് ഏറെക്കുറെ കഴിഞ്ഞിട്ടുമുണ്ട്. അവിടെയൊക്കെ അമേരിക്ക പരാജയപ്പെടുകയാണ്. അമേരിക്കൻ സ്പോൺസർഷിപ്പോടെ നടന്ന ആഭ്യന്തര കലാപം, ആ കലാപം ഇറാൻ അടിച്ചമർത്തിയിരിക്കുന്നു. അതിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറഞ്ഞും അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിൽ ജയിലിലാക്കിയവരെ തുറന്നു വിടണമെന്നാവശ്യപ്പെട്ടും അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ഇറാനെ കീഴടക്കാൻ ഇത്തിരി പുളിക്കും. ഇറാൻ്റെ കയ്യിൽ ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്, ക്രൂയിസ് മിസൈലുകൾ ഉണ്ട്. അതിലപ്പുറമാണ് അവരുടെ ഡ്രോണുകളുടെ ശക്തി. കടന്നൽ കൂട്ടം പോലെ പാഞ്ഞു വരുന്ന ഡ്രോണുകൾ. ആ ഡ്രോണുകൾ ഇറാൻ്റെ കരുത്താണ്. മാത്രമല്ല, അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും കഴിയത്തുമില്ല.